സർ നമസ്കാരം സർ. സർ നമ്മൾ കഴിഞ്ഞ ദിവസം കോൽത്തിരി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഒത്തിരി പേർക്ക് സംശയമുള്ളൊരു കാര്യമായിരുന്നു, നമ്മൾ ഉപയോഗിച്ച തുണി തന്നെ കോൽത്തിരിക്ക് ഉപയോഗിക്കാമോ, അതേപോലെ ഏത് ഗ്രഹദോഷത്തിനാണ് നമ്മൾ എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതും കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം സർ. മഹാഗുരു ശരണം. അപ്പോൾ കോൽത്തിരി കുറേ പേര് കത്തിച്ചു തുടങ്ങി, അതിൻ്റെതായ ഫലം കിട്ടി തുടങ്ങി. അപ്പോൾ കോൽത്തിരി കത്തിക്കുന്നത് നമ്മുടെ കുടുംബദേവതകൾക്ക് വേണ്ടിയിട്ടാണ്. അത് കത്തിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും വീടിനകത്ത് കത്തിക്കരുത്, പറ്റുമെങ്കിൽ തുളസി അവിടെ കത്തിക്കുക. ഇപ്പോൾ ഇന്നൊരാൾ വിളിച്ചത് അവർ ഒരു ഇൻഡിപെൻഡൻറ്റ് വീട്ടിലാണ് നിൽക്കുന്നത്, പക്ഷേ അവിടെ തുളസിത്തറയില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവർ വീടിൻ്റെ ഉമ്മറപ്പടി ഉണ്ടല്ലോ, ഉമ്മറപ്പടിയുടെ അവിടെ കത്തിക്കുക. അത് കഴിയുന്നതും ഈർക്കില്ല് കത്തിക്കുന്നതല്ലത്, അത് മറ്റേ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കുത്തിവെക്കുന്ന പോലെ കുത്തിവെക്കുക. പിന്നത്തെ കാര്യം, തുണി പുതിയത് വേണമെന്ന്. ഒരു കാരണവശാലും പുതിയ തുണിയൊന്നും എടുക്കേണ്ട. നമ്മൾ പഴയ തുണി, സാരിയോ അങ്ങനത്തെ കോട്ടണായിട്ടുള്ള എന്തും, പാവാട എന്തും ഇത് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലൗസോ ഏത് സാധനവും അത് അലക്കി ഉണക്കിയതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുക്കളയിൽ ഉപയോഗിച്ചത് എടുക്കരുത്. അടുക്കളയിൽ ഇപ്പോൾ ചിലപ്പോൾ പാത്രമൊക്കെ വാങ്ങി അത് ഉപയോഗിക്കരുത്. അല്ലാണ്ട് നമ്മൾ എടുത്ത ഡ്രസ്സ് വെച്ചാണ് ഇത് കത്തിക്കണമെങ്കിൽ വളരെ എഫക്റ്റാണ്. കാര്യം ഇതൊരു ഇത് കാര്യം വിദേശത്തുള്ളൊരു വ്യക്തിയുടെ കാര്യത്തിൽ വിളിച്ചു, ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പഴയ വസ്ത്രം ഉണ്ടെങ്കിൽ എടുത്തിട്ട് അത് വെച്ച് കത്തിക്കാൻ പറഞ്ഞു. അത് വെച്ച് കത്തിച്ചപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ വന്നു. കാര്യം നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ ഓറയുടെ അംശമുണ്ട്. അപ്പോൾ അത് കത്തിക്കുമ്പോൾ നമ്മൾ അതിൽ വിശ്വാസം കൂടി ചേരുന്നുണ്ട്. അത് കത്തിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിച്ച ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ളവർ ഉപയോഗിച്ചത് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യരുത്. ആ വീട്ടിലുള്ള ആരെങ്കിലും ഉപയോഗിച്ച കോട്ടൺ ഇതൊക്കെ കാണുമല്ലോ. ഇനി കളർ അനുസരിച്ചില്ലെങ്കിൽ വെളുത്ത മുണ്ടൊക്കെ കാണുമല്ലോ, അത് പഴകിയ മുണ്ട് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ കുടുംബനാഥരാണെങ്കിൽ ആരാണെങ്കിലും, ഇപ്പോൾ ശരിക്ക് കുടുംബദേവതകളുടെ ഇപ്പോൾ ദേവിയാണെങ്കിൽ ചുമല അങ്ങനെയൊക്കെ പറയും. ഒന്ന് ഇപ്പോൾ ചിലർക്ക് ദശാകാലം വെച്ചല്ല, ചിലർക്ക് കുടുംബദേവത അനുകൂലമല്ല. കാര്യം ഇവരൊക്കെ തിരിഞ്ഞു നോക്കാത്ത ഇത് കാണും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയണത് രണ്ടെണ്ണം കത്തിക്കാൻ പറയും. ഒരെണ്ണമായിട്ട് ഒറ്റയായിട്ട് കത്തിക്കരുതെന്ന് പറയും. അപ്പോൾ 2 തിരി കത്തിക്കാൻ പറയാറുണ്ട്. അപ്പോൾ ചുമല തിരി കത്തിക്കാനാണ് പറയണത്. കാര്യം കുടുംബദേവതയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ദേവിയുടെ കാര്യത്തിലാണ്. കാര്യം ദേവിയുടെ കാര്യത്തിൽ നമ്മളിത് ചെയ്തില്ലെങ്കിൽ, അമ്മ കുഞ്ഞിന് പാല് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം ക്ഷയിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് കുടുംബദേവതകളുണ്ട്, പണ്ടത്തെ കാരണവന്മാരത് പൂജിച്ചിരുന്ന്, അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാത്ത പക്ഷം അവിടെ നിന്നുള്ള അനുഗ്രഹം നമുക്ക് കിട്ടുകയില്ല. അതിൻ്റെ തിരിച്ചടി ഭയങ്കരമായിരിക്കും. ദേവിയൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അനുഗ്രഹം കിട്ടാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് ദേവിയുടെ ഇതിന് കടും ചുമല കോട്ടൺ തുണി എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ദേവീക്ഷേത്രം, ഇപ്പൊ എല്ലാവരുടെയും കുടുംബദേവത എന്ന് പറയുന്നത്, ഇപ്പൊ ചിലവര് കൊടുങ്ങല്ലൂർ അമ്മയുണ്ടാവും, ചിലത് അന്നപൂർണേശ്വരി ആയിരിക്കും. അങ്ങനെ പല വിവിധമായിട്ടുള്ള വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ സർ. അപ്പോൾ ഏത് ദേവിയാണെങ്കിലും നമുക്ക് ചുമപ്പെടുക്കാം. ഭദ്രകാളിയുടെ ഇതാണെങ്കിൽ കടും ചുമപ്പെടുക്കുക, ഇല്ലെങ്കിൽ ഇതെടുക്കുക. പിന്നെ വെള്ള എടുക്കാം കേട്ടോ, സാത്വികമായിട്ടുള്ളതാണെങ്കിൽ വെള്ള എടുക്കാം. കടും ചുവപ്പെടുക്കുന്നത് ഭയങ്കര ശക്തിയുള്ള ഭദ്രകാളി, കാളി രൂപത്തിലുള്ള ദുർഗ, അതങ്ങനെയുള്ളതിനാണ്. ദേവനാണെങ്കിലോ ദേവന്മാർ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. പ്രശ്നം ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞാൽ, ഈ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ ഭ്രാന്തി തിരുമേനി പറയണത്, ആപത്ഘട്ടം കിം കരണീയം സ്മരണയുഗള ചരണം അമ്പായഹ എന്നാണ്. ചരണ ശിവഹാലേ ചരണ വിഷ്ണുഹ എന്ന് പറഞ്ഞിട്ടില്ല. ആറ്റ കൈക്ക് ദേവിനെ പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവർ വേറെയാണ്. പിന്നെ സാധാരണ ദേവന്മാർക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും നെയ്യ് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. ദേവിയുടെ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്ക് റിസൾട്ട് കിട്ടണം, അതെത്രയും പെട്ടെന്ന്. കാര്യം എന്താണെന്ന് അറിയാം, ഒരു അമ്മയോട് ചോദിച്ചാൽ അമ്മ ഉടനെ യെസ് ഓർ നോ പറയും. അച്ഛനോട് ചോദിച്ചാൽ ആലോചിക്കട്ടെ എന്ന് പറയും. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. അച്ഛന് യെസ് പറയണത് അപൂർവമാണ്. പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം, ഉടനെ അടുത്ത ലോട്ടറി എടുത്തോളണം അച്ഛന് യെസ് പറഞ്ഞു. അമ്മയെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഉടനെ ഉണ്ടാകും. അത് 90% യെസ് ആയിരിക്കും, നമുക്ക് അനുകൂലം. ഇത് തന്നെ ദേവീഭാവത്തിലുണ്ട്. അത് നമ്മൾ ചെയ്യുക. പലർക്കും കുടുംബദേവതകളുടെ തിരിച്ചടി വരുന്നത് ദേവൻ്റെ വെച്ചല്ല, ദേവിയുടെ വെച്ചാണ്. കാര്യം ദേവിയുടേതായിട്ട് കുടുംബദേവതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നാറാണക്കല്ലിലൂടെ കടന്നുപോയ സമയത്താണ് ദേവീനെ ഉപാസന ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും കാരണം ഒരാട്ടെ ആ ദേവീനെ ഉപാസന ചെയ്തപ്പോൾ അത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിളിച്ച ദേവീനെ തുടർന്നും വിളിക്കേണ്ട ഉത്തരവാദിത്തം അതിൻ്റെതായ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന കുടുംബക്കാർക്കുണ്ട്. സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ദേവീനെ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ
അതിൻ്റെതായ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ വിഷയമുണ്ട്, ഈ ഇത് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആ ദേവീനെ ഉപാസിച്ചിരുന്ന രക്ഷസോ അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ അർഗോല അമ്മാവനൊക്കെ കാണും. അവർക്കും വേണ്ട വിധത്തിൽ എന്താണ് ബഹുമാനം കൊടുക്കേണ്ടതാണ്. അത് ചെയ്യാണ്ട് ദേവി മാത്രം മതി, പശു മാത്രം മതി, കയറ് വേണ്ട എന്ന് പറയുന്ന പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം അത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇതുണ്ട്. ആരൊക്കെയാണോ അത് സേവിച്ചിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ്, അപ്പോൾ അവരെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ എനർജി ഫുള്ളായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ സംശയമുള്ളത് ദശാകാലം അനുസരിച്ചുള്ള കളർ, അത് ദശാസന്ധി, ആ ദശ നമുക്ക് പ്രശ്നമാകുകയാണെങ്കിലാണ്. അപ്പോൾ കഴിയുന്നതും ആ വ്യക്തി തന്നെ കത്തിക്കുക. പിന്നെ കുടുംബനാഥൻ്റെ കാര്യത്തിലാണെങ്കിൽ കുടുംബനാഥൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുടുംബത്തിന് കംപ്ലീറ്റ് ബാധിക്കുക. അത് വൈഫാണെങ്കിലും കത്തിക്കുക. മനസ്സിലായോ? ദശാകാലത്തിൽ കഴിയുന്ന ആ വ്യക്തിനെ കൊണ്ട് ഇത് ചെയ്യുക. ദശാകാലം ഉള്ളവരോട് കഴിയുന്നതും ഇത് കത്തിക്കാൻ അപൂർവമായിട്ടേ പറയാറുള്ളൂ. അവരോട് മറ്റേ ധാന്യം വെച്ചുള്ള ഒരു പ്രതിവിധി ഞാൻ പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ വ്യാഴദശാകാലമാണ് ഒരാൾക്ക്, വ്യാഴദശാകാലത്തിൽ 7 ശനി ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ വ്യാഴദശയുടെ കളറുള്ള ഇതെടുക്കാൻ പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അല്ലാണ്ട് ദശാകാലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കോൽത്തിരി കത്തിക്കേണ്ട. അതിൽ 7 ശനിയുടെ എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. മെയിൻ കോൽത്തിരി കത്തിക്കുന്നത് കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താനാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഴയ തുണി തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അലക്കി ക്ലീൻ ആക്കിയതാകണമെന്നുള്ളതേ ഉള്ളൂ. കോൽത്തിരി കത്തിക്കേണ്ടത് വീടിന് പുറത്തായിരിക്കണം. പിന്നെ വാലായ്മ അതൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ വിളക്ക് കൊളുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കത്തിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. അതിനെക്കുറിച്ച് നമുക്കതിനെ കൂടുതലൊന്നും പറയാനില്ല. കത്തിക്കുന്നവർ കത്തിക്കുക, കത്തിക്കാത്ത ആചാരം ഉണ്ടെങ്കിൽ വേണ്ട. പിന്നെ ചില സ്ഥലങ്ങളിൽ തുളസിത്തറയില്ല, അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ ആയിരിക്കും. അപ്പോൾ അവർ തുളസി വെക്കാനൊന്നും ഇന്ന് വിളിച്ച ഒരു കേസ് അതായിരുന്നു, ഇതര മതസ്ഥരുടെ വീടാണ്. അപ്പോൾ അവിടെ തുളസിത്തറ ഇതൊന്നും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഉമ്മറത്ത് എന്ന വാതുക്കൽ, ഇത് പുറത്തുള്ള ദേവതകൾക്ക് കത്തിക്കുന്ന കൊണ്ടാണ് നമ്മൾ ഉമ്മറത്ത് വെക്കാൻ പറയും. ഇപ്പോൾ വീടിനകത്ത് നമ്മൾ വിളക്ക് വയ്ക്കണം, ആ ദേവതാ സാന്നിധ്യം അകത്ത് വരണം. കാരണം ഇത് പുറത്തുള്ള ദേവതയ്ക്ക് സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഉമ്മറത്ത് കത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉമ്മറത്ത് പടിയുടെ അവിടെ അകത്തോ അല്ലെങ്കിൽ പുറത്ത് വെക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.